കൊള്ളായിരുന്നു. റെസ്ക്യൂ ഫിലിം ആയിരുന്നു. ഇഷ്ടപ്പെട്ടു. അങ്ങനെ കുഴപ്പമില്ല, കാണാം. അല്ല, സ്റ്റോറി അത് ഒരു ഓൾ ടൈപ്പ് സ്റ്റോറി കൊള്ളില്ല. കൊള്ളാം, കുഴപ്പമില്ല. ഒരു എന്താ മുക്കോ മനോജിന്റെ ഒക്കെ നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. പിന്നെ ഒരു വിനീത് ടച്ച് കിട്ടിയിട്ടില്ല, എന്നാലും പടം കൊള്ളാം. കേട്ടില്ല. ത്രില്ലർ ക്ലീശ, നമ്മള് രണമൊക്കെ പോലത്തെ പൃഥ്വിരാജിന്റെ പോലത്തെ ഒരു ക്ലീശ സ്റ്റോറിയാ. ഫൈനലി നായകൻ തന്നെ ജയിക്കും, ബട്ട് സ്റ്റിൽ കുഴപ്പമില്ല. അല്ല, മേക്കിംഗ് ഒക്കെ കൊള്ളാം ആണ്. ആ ഒരു പഴയ ഒരു തിരയുടെ ഒരു ഇത് വന്നിട്ടുണ്ട്. നല്ല വേറെ വേർഷൻ അല്ല, ഒരു നല്ലൊരു മേക്കിംഗ് ഒക്കെ കൂട്ടെ. നല്ല പടം. ചേട്ടാ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല പടം. പടം ആരും പോയി കാണാല്, വെറും കുളപ്പടം. ഒന്നിനും കൊള്ളൂല. എന്തിനാണ് കാണിച്ചു? ചെറിയ ലാഗായിട്ട് തോന്നി. പിന്നെ ട്രെയിലറിൽ കാണിക്കുന്ന പോലെ അത്ര ആക്ഷൻ സീക്വൻസ് ഒന്നും ഇല്ല. പിന്നെ അത് എന്തോന്ന് പറഞ്ഞ സ്പോയിലർ ആയി പോകും, അതുകൊണ്ട്. അല്ല, ഫസ്റ്റ് ധ്യാൻ ശ്രീനിവാസൻ എടുത്ത പടം അതുപോലെ ഉണ്ട്. മ്യൂസിക് ഡയറക്ഷൻ എല്ലാം നല്ലതാണ്. ഫസ്റ്റ് ഹാഫ് അത്ര ഇല്ല, സെക്കൻഡ് ഹാഫ് കുഴപ്പമില്ല, കണ്ടിരിക്കാൻ പറ്റുന്നുണ്ട്. നമ്മളൊരു ഹോളിവുഡ് പടം ആ രീതിയിൽ തന്നെയാണ് ഷൂട്ട് ചെയ്യുക. ഫുള്ള് ഹോളിവുഡ് ആക്ടേഴ്സും മലയാളം ആക്ടേഴ്സും ഒക്കെ 4-5 പേരേ ഉള്ളൂ. പിന്നെ പെർഫോമൻസ് എല്ലാവരും നന്നായിട്ടുണ്ട്. ഇപ്പം നോവൽ ബാബു തോമസ് വരെ നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റേ ഇവാൻ ആശാനൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്കൊരു ആവറേജ് എക്സ്പീരിയൻസ് കിട്ടി. ഫുൾ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടില്ല പടം കണ്ടു കഴിഞ്ഞിട്ട്. പുള്ളിയുടെ ഒരു ചെറിയൊരു ക്രിഞ്ച് സീനൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്ന് പോകുന്നുണ്ട്. പിന്നെ കുഴപ്പമില്ല. പിന്നെ ബാബുരാജ് തൂക്കിയിട്ടൊരു തോന്നി. നല്ല കോമഡി കൗണ്ടറൊക്കെ പുള്ളിയുടെ ഭാഗം ഉണ്ടായിരുന്നു. തിയേറ്റർ നല്ല ചിരി ഉണ്ടായിരുന്നു. പടം കുഴപ്പമില്ലെന്നേ ഉള്ളൂ. കാരണം ഓൾറെഡി പടത്തിന് വലിയ ഹൈപ്പും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ പടം നമുക്ക് ഡിമാൻഡ് ചെയ്ത ഒരു എന്താ പറയുക, ഒരു ഹൈ മൊമെന്റ്സ് കാര്യങ്ങളൊന്നും പടത്തിന്റെ സ്റ്റോറി ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് അതൊന്നും കിട്ടിയിട്ടില്ല അധികം. കുറെ കാര്യങ്ങൾ എലിവേഷൻ സീൻസ് ഒന്നും അങ്ങോട്ട് വർക്കായില്ല. ഇടയ്ക്ക് ഹ്യൂമർ കാര്യങ്ങൾ മാത്രമേ വർക്കായിട്ടുള്ളൂ. ജസ്റ്റ് വാച്ചബിളാണ്. അല്ലാതെ തിയേറ്ററിൽ വന്ന് തന്നെ കാണണമെന്ന് ഒരിക്കലും ഞാൻ പറയത്തൊന്നുമില്ല. കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. പുള്ളി കൊള്ളാം. പുള്ളി മാക്സിമം ചെയ്തിട്ടുണ്ട്, നല്ലോണം ചെയ്തിട്ടുണ്ട്. ബട്ട് എന്തോ മീൻസ് സ്ക്രീൻ പ്ലേയുടെ സ്ക്രിപ്റ്റിന്റെ പ്രശ്നമാണെന്ന് അറിയത്തില്ല. നമുക്ക് ഒരു മൊമെന്റിൽ നമുക്കൊരു ഹൈ കിട്ടേണ്ട സാധനം നമുക്ക് കിട്ടിയിട്ടില്ല. ഭയങ്കര ഫ്ലാറ്റായിരുന്നു. തിയേറ്ററിൽ ആരും ഓഡിയൻസ് എല്ലാവരും ഒറ്റ ഒരു ഇരിപ്പ് ഇരുന്ന് കണ്ടാ മീൻസ് അല്ലാതെ വലിയ എൻജോയബിൾ ആയിട്ടുള്ള പരിപാടി ഒന്നും ഇല്ലായിരുന്നു. പോരാ. നടന് സ്ക്രിപ്റ്റ് മാത്രം എഴുതിയാൽ മതി, വരും അഭിനയിക്കണ്ടേ? കൊള്ളായിരുന്നു ബ്രോ, നല്ല പടമായിരുന്നു. ഒരു ഫുള്ളി ഇന്ത്യക്ക് പുറത്ത് വെച്ച് ഷൂട്ട് ചെയ്തുകൊണ്ട് ആ ഒരു ക്വാളിറ്റി കീപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു ഹോളിവുഡ് മൂവി കാണുന്ന പോലത്തെ ഒരു ഫീല് കിട്ടുന്നുണ്ട്. ഫുൾ ടോട്ടൽ പോയി. എന്ത് പറ്റി പറഞ്ഞാൽ കരങ്ങൾ ആ ഒരു ഗതിയാണ് ബ്രോ. ഒട്ടും കൊള്ളത്തില്ല. നമുക്ക് ഒന്നും പറയില്ല ബ്രോ, ഒന്നും പറയില്ല. കലി വന്നിരിക്കണം ബ്രോ. കൊള്ളത്തില്ല ബ്രോ. ത്രില്ലർ ജോണ ബ്രോ. തിര തന്നെയാണ്. തിര വേറൊരു രീതിയിൽ എടുത്തു വെച്ചാൽ അത്രേ ഉള്ളൂ. അത് തന്നെയാണ്. പേര് മാറ്റി വിഷയങ്ങളെല്ലാം ഒന്നുമില്ല. പെൺവാണിഫം, മെയിൻ പെൺവാണിഫമാണ്, വേറെ ഒന്നുമില്ല. അത്ര വർക്കായില്ല ബ്രോ. ഒന്നാമത്തെ സംഭവം സ്റ്റോറി അത്ര എൻഗേജിങ് ആയിട്ട് തോന്നിയില്ല. തിരയുടെ അതേ ഒരു പ്ലോട്ട് തന്നെയാണിത്. സ്പോയിലർ പറയാൻ വിചാരിക്കില്ല. തിര 2.0, വേറൊരു വെർഷൻ, വേറൊരു സ്ഥലത്ത് നടക്കുന്ന തിര, അത്രേ ഉള്ളൂ. പിന്നെ അഭിനയം എല്ലാം ഭയങ്കര മോശമായിരുന്നു. ആക്ടേഴ്സിന്റെ മുഖത്ത് അത്ര എക്സ്പ്രഷൻ ഒന്നുമില്ല. പ്രത്യേകിച്ച് മെയിൻ ലീഡ് നായകനും വില്ലനും അവർ മത്സരിച്ച് അഭിനയിക്കാതിരിക്കാൻ നോക്കുകയാണെന്ന് വേണമെങ്കിൽ പറയുന്നത്. കാരണം മുഖത്ത് എക്സ്പ്രഷൻ ഒന്നും വരുന്നില്ല രണ്ടുപേർക്ക്. ഇന്റൻസ് സാധനങ്ങളൊക്കെ കാണിക്കേണ്ട കുറേ സീൻസ് ഉണ്ടായിരുന്നു. അതിലൊന്നും ഇവർക്ക് മുഖത്ത് പ്രത്യേകിച്ച് ഒരു ഭാവവ്യത്യാസങ്ങളൊന്നും വന്നില്ല. പിന്നെ ആക്ഷൻ എടുക്കേണ്ട കുറച്ച് രീതികളുണ്ട്. അതുപോലെയൊന്നും അല്ല ഇത് എടുത്തിരിക്കുന്നതെന്ന് തോന്നി. കാര്യം ഇപ്പോൾ ആക്ഷൻ സെറ്റ് പീസ് എന്ന് പറയും. ആക്ഷൻ സെറ്റ് ചെയ്തിരിക്കുന്ന രീതികൾ, പിന്നെ കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നതൊന്നും ഒരു ആക്ഷൻ പ്രോപ്പർ ആക്ഷൻ സിനിമയ്ക്ക് വേണ്ട പോലെ അല്ല ചെയ്തിരിക്കുന്നത്. അപ്പം ആക്ഷൻ ഒന്നും അത്ര ഇമ്പാക്ട്ഫുൾ ആയിട്ട് തോന്നിയില്ല. ത്രിൽ അടുപ്പിക്കുന്ന മൊമെന്റ്സ് ഉണ്ട്. അതായത് കുറച്ച് നമ്മളെ ഒന്ന് സീറ്റ് അടിച്ചായിട്ട് കൊണ്ടുവന്ന മൊമെന്റ്സ് ഉണ്ട്. പക്ഷേ എന്താ പറയുക, മൊത്തത്തിൽ നമുക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഫോൺ നോക്കുന്നുണ്ടായിരുന്നു, സമയം നോക്കുന്നത് തീർന്നില്ലെന്ന് ആലോചിക്കുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ നമ്മളെ പിടിച്ചിരുത്തുന്ന രീതിയിലുള്ള ഒരു ഇമ്പാക്ട് സിനിമയ്ക്ക് ഇല്ല. തിരയുടെ ഒരു ലെവലാണിത്. ഓക്കെ,
ഓക്കെ. പുള്ളിയുടെ ഒരു സ്ഥിരം ടിപ്പിക്കൽ ഒരു പാറ്റേൺ ഉണ്ടല്ലോ, കുറച്ച് ഇടയ്ക്ക് കുറച്ച് കോമഡിയൊക്കെ ഇട്ടിട്ട് അതും ഇതിനകത്തും വർക്കൗട്ട് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഹ്യൂമർ നന്നായിട്ട് വർക്ക് ആയിട്ടുണ്ട്. പ്രത്യേകിച്ച് ബാബുരാജിൻ്റെയും കുറച്ച് പുള്ളിയുടെ പേരെന്തായിരുന്നു, നമ്മുടെ ദൃശ്യത്തിലെ നെഗറ്റീവ് ക്യാരക്ടർ സഹദേവ, ദൃശ്യത്തിലെ നെഗറ്റീവ് ഷാജോൺ, സോറി മറന്നുപോയി പുള്ളിയുടെ പേര്. പുള്ളി വേറെ ലുക്കിലൊക്കെയാണ് ബാൾഡായിട്ടൊക്കെ വന്നിരിക്കുന്നത്. പുള്ളിയുടെ 1-2 കോമഡിയും പ്രത്യേകിച്ച് ബാബുരാജിന്റെ കോമഡീസ് നന്നായിട്ട് വർക്കൗട്ട് ആയത്. അതാണ് കോമഡി, അതാണ് കോൺട്രഡിക്ഷൻ. അതാണ് കുറച്ച് കൂടുതലും കോമഡിയാണ് വർക്കൗട്ട് ആയത്. എനിക്ക് കൂടുതൽ വർക്കൗട്ട് ആയ കോമഡി. ഞാൻ ആക്ഷൻ പ്രതീക്ഷിച്ച് വന്നത്, പക്ഷെ കിട്ടിയത് കോമഡി ആയിരുന്നു. ഇതിൻ്റെ അകത്ത് അത്രയും വലിയൊരു ജോഗ്രഫിക്കൽ ഭയങ്കര കുറെ ജോഗ്രഫി ഏരിയസ് കവർ ചെയ്യുന്നുണ്ട്. അത്രയും വലിയൊരു കോൺഫ്ലിക്റ്റ് ആണെങ്കിൽ പോലും നമുക്കൊരു ടെൻഷൻ ഫീൽ ചെയ്യുന്നില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ആക്ഷൻ കോമഡി പടത്തേക്ക് ട്രാക്ക്. നമ്മൾ പ്യോർ ഒരു ആക്ഷൻ പടം പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. ജസ്റ്റ് ഒരു വാച്ചബിൾ ഒരു ത്രില്ലർ, ഒരു ത്രില്ലർ ആണെങ്കിൽ പോലും അതിൽ ഫുൾ സ്റ്റേക്സ് ഇല്ല. പടത്തിന് ഫുൾ പൊട്ടൻഷ്യൽ എത്താത്ത പോലെ തോന്നിയിട്ടുണ്ട്. പക്ഷെ ഓവറോൾ ഒരു വാച്ചബിൾ പടം. ഒരു ഭയങ്കര മോശം പടം എന്നൊന്നും പറയാനുള്ള ഒരു വാച്ചബിൾ പടം. നമുക്ക് സിനിമ കണ്ടു കഴിയുമ്പോൾ വിനീത് ശ്രീനിവാസന്റെ പടം ഇപ്പം ഫീൽ ഗുഡ് ആയാലും വിനീത് ശ്രീനിവാസൻ ആക്ഷൻ എടുത്താലും നമുക്കൊരു ഫീല് കിട്ടും. പക്ഷേ ഈ പടത്തിൽ നോ ഫീൽ, സീറോ ഇമ്പാക്റ്റ്, ഒരു ഫീലും കിട്ടുന്നില്ല. എന്തിന് വിനീത് ശ്രീനിവാസൻ ഈ ഒരു സിനിമ, ഇങ്ങനെ ഒരു സിനിമ അറ്റംപ്റ്റ് ചെയ്തു എന്ന് തോന്നുന്നു. പിന്നെ പുള്ളിക്ക് ഫീൽ ഗുഡിൽ നിന്ന് മാറി ഒരെണ്ണം ചെയ്യണമെന്നുണ്ട്. പക്ഷേ വേറെ ഏതെങ്കിലുമൊക്കെ ഒരു കാസ്റ്റിംഗ് ആയിരുന്നെങ്കിൽ കുറേ കൂടി പടത്തിന് ഒരു നമുക്ക് കാണുന്ന പ്രേക്ഷകന് എന്തെങ്കിലുമൊക്കെ ഒരു എഫക്റ്റ് കിട്ടിയാണ്. കുറേ കാര്യങ്ങൾ വിനീത് ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ സിനിമയിൽ അത് വരുമ്പോൾ നമുക്കൊരു സീറോ ഇമ്പാക്റ്റ് ആണ്. ഒരു ആക്ഷൻ, ഹാൻഡ് ടു ഹാൻഡ് കോമ്പാറ്റ് ആക്ഷൻസും അങ്ങനെയൊക്കെയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഒരു കിടിലം BGM ഒക്കെ ഷാൻ സെറ്റ് ചെയ്തിട്ട് നോബിൾ ഇങ്ങനെ നടന്നു പോകുന്നത് അങ്ങനെയൊക്കെ. പക്ഷെ നമുക്കൊരു നിർവികാരതയാണ്, നമുക്കൊരു ഇത് വരുന്നില്ല. അതിപ്പം അയാളെ കുറ്റമെന്ന് പറയാൻ പറ്റൂല, കാരണം പുൾ ഓഫ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതാണ് വിനീതിൻ്റെ പടം ഫോൾസ് മിസറബിളി, അതെനിക്ക് പറയാം. സ്ക്രിപ്റ്റിൻ്റെ പോരായ്മ എന്ന് പറഞ്ഞാൽ വിനീത് ഇതിനു മുമ്പ് അയാളുടെ സിനിമയിൽ സംസാരിച്ച സാധനം തന്നെയാണ്, തിരയിൽ സംസാരിച്ച അതേ സബ്ജക്റ്റ് തന്നെയാണ് ഈ സിനിമയിലും കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ നമ്മൾ സിനിമ കാണുമ്പോൾ നമുക്കൊരു ഇമോഷണലി ഒരു കണക്ട് കിട്ടുമല്ലോ വിനീത് ശ്രീനിവാസൻ. അതായത് ഇതൊരു ആക്ഷൻ ത്രില്ലർ എന്ന് പറഞ്ഞാണ് വിനീത് നമുക്ക് മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. പക്ഷെ നമുക്കൊരു ത്രില്ലിങ്ങോ ഒരു ആക്ഷൻ്റെ ഒരു ഇമ്പാക്റ്റ്, അതായത് കുറേ സിറ്റുവേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. ആ സിറ്റുവേഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നണം പ്രേക്ഷകന്, അതൊരു ഫീല് കിട്ടണം. ഇത് ഒരിടത്തും ഒരു ഫീലും നായക കഥാപാത്രത്തിൻ്റെ അടുത്തോ അല്ലെങ്കിൽ അയാൾ ചെന്ന് പെടുന്ന സിറ്റുവേഷനടുത്തോ നമുക്കൊരു കണക്ഷൻ കിട്ടുന്നില്ല. ആദ്യമായിട്ടാണ് തോന്നുന്നത് വിനീത് ശ്രീനിവാസൻ്റെ പടത്തിൽ ഇങ്ങനൊരു കണക്ഷൻ മിസ്സിങ് ആയിട്ട് എനിക്ക് തോന്നി. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. പുള്ളിയുടെ സ്ഥിരം പാതയിൽ നിന്ന് മാറി ചെയ്യാൻ നോക്കിയതായിരുന്നു. പക്ഷെ ആ തിര ഇതിനെക്കാട്ടും കിടുകയായിരുന്നു. തിര തിയേറ്ററിൽ എത്രത്തോളം സക്സസ് ആയെന്നല്ല, എത്ര കണ്ട പ്രേക്ഷകർക്ക് അത് ഇഷ്ടപ്പെട്ടു എന്നാണ്. അത് വെച്ച് നോക്കുമ്പോൾ കാര്യം ഫോൾസ് മിസറബിൾ.